കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയായിരുന്നേ, എൻ്റെ വീട് വൈപ്പില്ലേ. അപ്പോൾ അവിടെ ഒരു തട്ടുണ്ട്, നല്ല മീനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, മാലിപ്പുറം എന്ന് പറയുമേ. ഇവിടെ ഇങ്ങനെ വീശിക്കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അങ്ങനെ കരിമീൻ, പിലോപ്പി, നല്ല നല്ല മീനുകൾ, ഫ്രഷ് ആയിരിക്കട്ടെ സംഭവം. അപ്പോൾ അങ്ങനെ മീൻ കൊണ്ടുവന്നിടുന്ന തട്ടാണ്ട. ഇവിടെ നിന്നാണ് എൻ്റെ ഡാഡി എപ്പോഴും വാങ്ങുന്നത്. ഇപ്പോൾ ഡാഡിക്ക് വയ്യാത്ത കാരണം ഞാനാണ് ഇവിടെ വന്ന് വാങ്ങിയത് കേട്ടോ. കരിമീൻ ഒരു ഓരോരുത്തരുടെ ഓരോ വലിപ്പം അനുസരിച്ച്, അതിപ്പോൾ വലിപ്പം അനുസരിച്ച് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഈ സംഭവം, ഇത്ര ഉള്ളത്. അത് കിലോന് എന്തോ 550 600 എന്തോ ഉണ്ടായി. ഞാനൊരു 450 മേലെ ഉണ്ടായി. അപ്പോൾ അതും വാങ്ങി. നല്ല കനമുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം നല്ല കനമുള്ള പിലോപ്പിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു. മീൻ ചട്ടിയിലോട്ടൊക്കെ ഇടുമ്പോഴേ അതിൽ ആ ചട്ടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇടാനെന്ന് പറയും. ഇപ്പോൾ ആ തട്ടിൽ അവർ ആദ്യം തന്നെ മീൻ കൊണ്ടുവന്നിടുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം നനച്ച്, എന്നിട്ടാണ് ആ ഡ്രൈ ആയതിനകത്തോട്ടല്ല അവരിട്ടത്. വേറെ ഒന്നും ഉണ്ടല്ല, ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ. പുഴ അല്ലെങ്കിൽ കടൽ വറ്റിപ്പോകുമെന്ന് പറയും, എന്നൊക്കെ മീനെ കിട്ടില്ല. അപ്പോൾ ഈ വള്ളത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിക്കാൻ മറന്നുപോയി. അതിന് അമ്മ എൻ്റെ സൈഡിലിരുന്ന് പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ടേ. വെള്ളം ഒഴിച്ചിട്ട് വേണ്ട മീനിടാനായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഒന്നും കേൾക്കാത്ത മട്ടില്ല ഞാൻ നിന്നത്. കണ്ട നല്ല പച്ചയാണ്, സൂപ്പർ സാധനം. ആ ചേട്ടൻ പറഞ്ഞ് ഞാൻ വീശിക്കൊണ്ട് വന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ കണ്ട ഒരെണ്ണം തന്നെ എൻ്റെ കയ്യിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അതുമല്ല നല്ല സൂപ്പർ സാധനവുമായിരുന്നേ. ഇവിടെ ഞാൻ കല്ലും ഉരക്കും. ഇവിടെ വർക്ക് ഏരിയയിൽ കല്ലുണ്ട്, അപ്പോൾ അവിടെ കല്ലും വേണ്ട ഞാൻ ഉരക്കുന്നത്. കുറച്ച് കരിമീൻ വറുക്കാനും വെക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ചേർന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സൈസുള്ള കരിമീനാണ് ഇഷ്ടമായത്. മറ്റേതൊന്നും എനിക്ക് അത്ര വലിയ പിടുത്തമില്ല. ഈ ഒരു സൈസാണ് മേടിച്ചാലാണ് കേട്ടോ നല്ല ഇതായിട്ടിരിക്കുന്നത്. അമ്മ പറഞ്ഞിട്ടുണ്ടായി എന്നോട്, മേടിക്കുമ്പോൾ വലുത് മേടിച്ചുകൊണ്ട് വന്നാൽ മതി, ചെറുതൊന്നും മേടിക്കാൻ നിൽക്കരുത്, എന്നെക്കൊണ്ട് പറ്റൂല പണിയെടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ നന്നാക്കിക്കോളാമെന്ന് പറഞ്ഞു. അമ്മ പിള്ളേരെ നോക്കിയാൽ മതി, ഞാൻ നന്നാക്കിക്കോളാമെന്ന് പറഞ്ഞു. 2 എണ്ണത്തിനെടുത്ത് ഞാൻ തിളപ്പിക്കുക കേട്ടോ. 2 എണ്ണം മാത്രം മതി. അത് ഞാനല്ല തിളപ്പിക്കുന്നത്, അമ്മയാണ് തിളപ്പിക്കുന്നത്. എന്നോട് പറഞ്ഞു നന്നാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞേ. ഈ കല്ലിൽ തുണി അലക്കണ കല്ലും കൂടിയാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, തുണി അലക്കണ സമയത്ത് നല്ലോണം, ഇപ്പം മീൻ നന്നാക്കി കഴിഞ്ഞാൽ നല്ലോണം കഴുകിയിടും. അത് കഴിഞ്ഞിട്ട് തുണി അലക്കി കഴിയുമ്പോൾ, തുണി അലക്കാനാണെങ്കിലും നന്നായിട്ട് തന്നെ കഴുകിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ചെത്തി എടുത്താൽ മതിയായിരുന്നു, ഞാനത് ഓർത്തില്ല. ബ്ലേഡ് തീയിൽ നല്ലോണം ചെത്തി എടുത്താൽ മതിയായിരുന്നു, ഓർക്കാണ്ട് ഞാൻ കൊണ്ട് വെള്ളത്തിലിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ട് ഒറ്റക്ക് ഇരുന്ന് ഉരച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഞാൻ ഉരച്ചോളാം, 2 മീനല്ലേ ഉള്ളൂ, 2 എണ്ണം എടുക്കണുള്ളൂ കേട്ടോ, വേറെ ഒന്നുമല്ല. ഒരുപാട് നേരമായി. അപ്പോൾ അതൊക്കെ നന്നാക്കി വന്നപ്പോഴേക്കാളും അമ്മ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചു. ആരെങ്കിലും ഒരാൾ പണിയെടുക്കുമ്പോൾ അമ്മ മറ്റേ വേറെ പണി എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അതേപോലെ തന്നെ അമ്മയാണ് നന്നാക്കണമെങ്കിൽ ഞാൻ ഉള്ളി നന്നാക്കുവേ. അപ്പോൾ ഉള്ളിയും ഒരു ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 3 പച്ചമുളക്, ആ എരിവുള്ള പച്ചമുളകായിരുന്നേ. ഒരു പിടിയോളം ഉള്ളിയും ചതച്ചിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി. മീൻ എന്തോരം നമ്മൾ എടുക്കണേ ആ ഒരു രീതിക്ക് ഇഞ്ചിയും പച്ചമുളകും കൊടുത്തിട്ടുണ്ട്. വേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റി എടുക്കാനേ. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി വരട്ടെ, നല്ലോണം തന്നെ ഒന്ന് വഴന്ന്. ഞാനെപ്പോഴും പറയണ പോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. വൈപ്പിങ്ങക്കാർ വെക്കണത് കൂടുതലും ചതച്ച മുളക് ഇട്ടാണ് കേട്ടോ മീനൊക്കെ വെക്കണത്. ഒരു കുഞ്ഞ് കഷ്ണം പുളി ഇട്ടത് കണ്ടില്ലേ, അത് ജസ്റ്റ് ഒരു പുളി. തക്കാളിയും ചൊറുക്കയും കൂടി ഒഴിക്കും, തക്കാളിയും പുളിയും ഇടും. ഇത് 3ഉം കൂടി ഇടത്തില്ല, ആരെങ്കിലും ഒരാൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിടും. ഇത് 3ഉം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിടും. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ പുളിയും ഇട്ടിട്ടുണ്ട്, ചൊറുക്കയുമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ചതച്ച മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരുപാട് എരിവില്ല കേട്ടോ. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 സ്പൂണോളം മറ്റേ അതുപോലെ ചതച്ച മുളക് പൊടി, അതും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. നല്ലോണം തന്നെ അതൊന്ന് അരപ്പൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് തക്കാളി ഇടാം. ഞാനൊരു ചെറിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചത്. അപ്പോൾ അമ്മ ആ തക്കാളി അതൊന്ന് മൂത്ത് വന്നില്ല, പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കണ്ടേ. ഇത് അമ്മക്കൊരു 2 3 മീനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ചെറിയൊരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ ഒന്ന് വാടിക്കുഴഞ്ഞ് വരണേ. ഇതിനകത്ത് അമ്മ കുറച്ച് നങ്കൊക്കെ തിളപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ചട്ടിയാണ്. നല്ല ചട്ടിയാണ്, ഒരു കുഞ്ഞ് ചട്ടിയാണ്. ഞാൻ കാണിക്കാൻ അത് വിട്ടുപോയായിരുന്നേ. ആ ചട്ടിയിൽ അതൊക്കെ ഇങ്ങനെ കുറച്ച് മീനുള്ളപ്പോൾ വെക്കണ ഒരു ചട്ടിയാണ്. നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇരുട്ടായി വന്നു, ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി പോയിട്ട് വന്നപ്പോൾ ഇരുട്ടായി വന്നേ. അപ്പോൾ അതൊന്ന് തിളച്ച് തുടങ്ങിയപ്പോൾ ആ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
മീനും കൂടി തീ കൂട്ടി വെച്ചിട്ടാണ് മീൻ വെക്കുന്നത്. ഞാൻ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റൽ കേസായി. ഇന്നത്തെ എൻ്റെ റീൽസിൽ കണ്ടില്ലേ, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് തിളച്ച് കഴിഞ്ഞിട്ടുള്ള മീൻ തിളച്ച് കഴിഞ്ഞിട്ടൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയായിരുന്നില്ല. ഇതേപോലെ ഒന്ന് വെച്ച് നോക്കട്ടെ. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കരിമീൻ എന്തെന്നാ വേവ്, അത്ര പേർക്ക് വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനത്തെ രീതിക്കൊന്ന് ചെയ്ത് നോക്കേ. മീൻ വാങ്ങാൻ പോയി. ഈ മീൻ വാങ്ങാൻ പോയതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു നോമ്പുതോറ വിഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അത് വാങ്ങി അതിൽ നിന്ന് കട്ട്ലേറ്റിൽ നിന്ന് ഇൻഫെക്ഷനായിട്ട്. ആദ്യം ഇവയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ വന്ന്, അതായത് ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ വന്നു. ഞായറാഴ്ച ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ശനിയാഴ്ചയാണ് സംഭവം കഴിച്ചത്. ഞായറാഴ്ച രാവിലെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞായറാഴ്ച വൈകിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ, ഞായറാഴ്ച വൈകിട്ട് ഇവിടെ വന്നു. ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഇസ കരയാനുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ലൈറ്റ് ഇട്ട് 3:30 മണിയായപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഛർദ്ദിച്ച് കട്ടിലിന് മേൽ കിടക്കണേന്ന് അങ്ങനെയൊന്നുമില്ല, കരഞ്ഞുകൊണ്ട് കിടക്കും. അപ്പോൾ തുടങ്ങി അയാൾക്ക് ഇൻഫെക്ഷൻ. ഞാൻ രാവിലെ ആയപ്പോൾ തന്നെ ഇയാൾ ഒരു 9 മണിയായപ്പോൾ തന്നെ ഹോസ്പിറ്റലിലോട്ട് കാഷ്വാലിറ്റി കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഫുഡിൽ നിന്ന് തന്നെയുള്ള ഇൻഫെക്ഷൻ ആയിരിക്കുള്ളൂ, നമുക്ക് അപ്പം ഇവിടുത്തെ ഡോക്ടറിനെ കാണിക്കണം, പി എസ് മിഷനിൽ. അപ്പോൾ ആ ഡോക്ടറിനെ കാണിക്കാം, ഡോക്ടറിന് ചീട്ടെടുക്കാമെന്ന് പറഞ്ഞു. ചീട്ടെടുത്തിട്ട് ഡോക്ടറിനെ 9:30 കാണിച്ചപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റിന് എഴുതി പിന്നെ ട്രിപ്പിട്ട് ഇവിടെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒബ്സർവേഷനിൽ കുറച്ച് നേരം നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡ് റിസൾട്ട് വന്നപ്പോൾ കൗണ്ട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അഡ്മിറ്റ് ചെയ്യാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് ഒരു 6:30 മണിയായപ്പോൾ എനിക്ക് ഛർദ്ദി. കട്ട്ലേറ്റ് കഴിച്ചത് ഞാനും ഇവയും വിസയും മാത്രം വെച്ചിട്ടു. അത് 3 പേർക്ക് എനിക്ക് ഛർദ്ദിയായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു 10 മണിയായപ്പം ഒരു 6-6:30 പെട്ടുണ്ടാവും ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ 10 മണിയായപ്പോൾ ഒരു കാഷ്വാലിറ്റി പോയി. ഇവളുടെ ഡോക്ടർ വന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ കാഷ്വാലിറ്റി പോയി. അവിടെ ട്രിപ്പിട്ട് മരുന്നൊക്കെ ഇട്ട് അവിടെ കിടന്നു. പിന്നെ അപ്പോഴത്തെ ടൈം ഞാൻ പോകുന്ന മരുന്നൊക്കെ തന്നിട്ടിട്ടുണ്ട്, അതൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് അന്നേരം ആ വീഡിയോ എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ മീൻ മേടിച്ച് വന്ന് വെട്ടി തേച്ച് കറിയൊക്കെ വെച്ച് തിളക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ഛർദ്ദിയുടെയും ബഹളമൊക്കെ കൂടി. അപ്പോൾ പിന്നെ അത് വിട്ടുപോയി. പിന്നെ കൊച്ചിൻ്റെ കുറേ പോയാൽ ആയിരിക്കും വീഡിയോ എടുക്കാൻ പറ്റാണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് മീൻ ഇങ്ങനെ കരിമീൻ വെറുതെ ചതച്ച മുളക് പൊടി ഇട്ട് ഒന്ന് തിളപ്പിക്കാം. തിളച്ച് കരിമീനും അധികം വേവില്ലാത്തതല്ലേ, അപ്പോൾ തിളപ്പിക്കാം. ഇത് ഞങ്ങൾ വെക്കുന്ന സ്റ്റൈലോ വൈകുന്നേരക്കാർ അതിനേക്കാൾ കൂടുതലും ചതച്ച മുളക് കൂടുതൽ ഉപയോഗിക്കും മീനിലൊക്കെ കേട്ടോ. അപ്പം ആ ഒരു റെസിപ്പി ഞാൻ എടുത്താൽ പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ. മീനൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാം. തിളച്ച് സിമ്മിലോട്ട് വെച്ചിട്ട് ആ മീൻ്റെ വേവ് എന്തോരം നോക്കാം. കരിമീനൊന്നും അത്ര വേവില്ല, എന്തെങ്കിലും 10 മിനിറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാവും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റാണ്. ആ കരിമീനിന് നല്ല കനം ഉണ്ടായിരുന്നുണ്ട്, നല്ല ഇതായിട്ടുള്ള കരിമീൻ കൂടിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിലാണ്, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അത് നാളെ ഡിസ്ചാർജ് ആവുകയും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ.